നമസ്കാരം. ബെയ്റൂട്ടിൽ ബങ്കറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. നസ്രല്ലയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിലെ മറ്റ് നിരവധി നേതാക്കളും ലെബനനിലുള്ള ബെയ്റൂട്ടിലെ ഒരു ബങ്കറിനുള്ളിൽ ഒത്തുകൂടിയ സമയത്താണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ മാധ്യമമായ വോൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് തെക്കൻ ബെയ്റൂട്ടിലെ തിരക്കേറിയ ഒരു പ്രദേശത്ത് നിന്നും 60 അടി താഴ്ചയുള്ള ഒരു ബങ്കറിനുള്ളിൽ ഉന്നത നേതാക്കൾക്കൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സെപ്റ്റംബർ 28-നാണ് നസ്രല്ല കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേൽ പുറം ലോകത്തെ അറിയിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഇത് ശരിവെക്കുകയായിരുന്നു. സെപ്റ്റംബർ 27-ാം തീയതി വൈകുന്നേരം നിമിഷങ്ങൾക്കുള്ളിൽ പൊടുന്നനെയായിരുന്നു 80ഓളം വരുന്ന ബോംബുകൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് ഇസ്രായേൽ വർഷിച്ചത്. വലുതും ചെറുതുമായ നിരവധി കെട്ടിടങ്ങളും വീടുകളും ആക്രമണത്തിൽ നിലംപൊത്തി. 6 മീറ്ററോളം കോൺക്രീറ്റ് മുറിച്ചുകൊണ്ടും ഭൂമിക്കടിയിൽ 30 മീറ്ററോളം ആഴ്ന്നിറങ്ങാൻ പാകത്തിലുള്ള ഉഗ്ര സ്ഫോടനം സൃഷ്ടിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഫ്രഞ്ച് മാധ്യമമായ ലേ പരീസിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം സെപ്റ്റംബർ 28 പുലർച്ചെയാണ് ഹിസ്ബുള്ള അടക്കമുള്ള മറ്റ് നേതാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്നത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ കൃത്യമായ ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ഭൂവർഗ ആസ്ഥാനത്ത് ഹിസ്ബുള്ളയുടെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നസ്രല്ല കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന മേധാവി ഹെർസി ഹലോവി പറഞ്ഞു. ആക്രമണത്തിന് മാസങ്ങളുടെ ആസൂത്രണം വേണ്ടി വന്നതായും സൈന്യം പറഞ്ഞു. സ്ഫോടന പരമ്പരകളിലൂടെ ബങ്കറിന്റെ ഭൂവർഗ പ്രതിരോധം തകർക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ ആവിഷ്കരിച്ചെന്നും സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ളയെ ഉന്നം വെച്ച 2006 മുതൽ ഇസ്രായേൽ ചില കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടെ നസ്രല്ലയെ ഒറ്റിയതാണെന്ന വിവരവും പുറത്തു വന്നു. സ്ഥലം ചോർത്തി നൽകിയത് ഇറാൻ പൗരനായ ഒരു ചാരനാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 30 വർഷമായി ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായിരുന്നു ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രല്ല. ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹിസ്ബുള്ളയ്ക്ക് മേധാവിയെ നഷ്ടമായത്. ടെഹ്റാനിൽ ഹസൻ നസ്രല്ലയുടെ ചിത്രവുമായി വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും: ഹിസ്ബുള്ളയോളം സാമൂഹിക, സാമ്പത്തിക, സൈനിക അടിത്തറയുള്ള മറ്റൊരു വിമത സംഘടന നിലവിൽ നമ്മുടെ ലോകത്തില്ല. ഒരു നേതാവിനെ വധിച്ചു എന്ന് കരുതി ഹിസ്ബുള്ള മുഴുവനായും തകർന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല.